3 വർഷമായിട്ട് ഞാൻ കുട്ടികൾക്ക് ദേ ഈ ഒരു എണ്ണയാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. തേങ്ങാപ്പാലിൽ നിന്ന് ഉരുക്കിയെടുക്കുന്ന നമ്മുടെ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെർജിൻ കോക്കനട്ട് ഓയിൽ. അത് ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ജനിച്ചിട്ട് ഇപ്പോൾ 2-3 മാസം കഴിഞ്ഞിട്ടും ഹെയർ ഇതുപോലെ തന്നെയാണ് നിന്നിരുന്നത് കേട്ടോ. പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള മുടി മുളച്ച് വരാതിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ സമയത്ത് ഈ ഒരു എണ്ണയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് 5 തേങ്ങ വെച്ചിട്ടാണ്. അത് നന്നായിട്ട് ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തേങ്ങാപ്പാലെടുക്കണം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം എടുത്തിട്ടുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ. അത് നന്നായിട്ട് ഞാൻ അരിച്ചെടുത്തിട്ടും കൂടി ഉണ്ട്. പിന്നെ ഈ കണ്ടെയ്നേഴ്സ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയായിരുന്നു. നല്ല കൺവീനിയൻ്റ് ആണ്. ഒരുപാട് കാലമായിട്ട് എൻ്റെ കയ്യിലുണ്ട്. ഏകദേശം 1 ഇയറിൻ്റെ എബോ ആയിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. നല്ല അടിപൊളിയാണ്. ലിങ്ക് പറ്റിയ ഞാൻ കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടെ അരിച്ചിട്ട് ഞാൻ ഈ ഒരു 2 പാത്രത്തിലാക്കിയിട്ട് എടുക്കുകയാണ്. 5 തേങ്ങ അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഈ 2 പാത്രത്തിലുള്ള ഉണ്ടാവും. ഇനി നമ്മളിത് ഇന്ന് എണ്ണ ഉണ്ടാക്കുന്നത് അടച്ച് വെച്ച് നമ്മളിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോഴാണ് ഇതിൻ്റെ മാജിക്. സത്യം പറഞ്ഞാൽ ഈ ഒരു പരിപാടി എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഏതോ ഒരു യൂട്യൂബിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് ഇത് ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത്. അല്ലെങ്കിൽ എത്ര തവണ ഞാൻ ചൂടാക്കി ഉരുക്കിയിട്ടാണെന്നറിയുക എണ്ണ ഉണ്ടാക്കിയിരുന്നത്. നമ്മളിതേ പിറ്റേ ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വന്നപ്പോഴേക്കും കണ്ടില്ല, ആ എണ്ണയുള്ള ഭാഗം മേലെ വന്ന് നിൽക്കും, വെള്ളം കണ്ടൻറ്റൊക്കെ താഴെയും വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് മേലെ നിന്ന് ഇങ്ങനെ സിമ്പിളായിട്ട് എടുത്തു കഴിഞ്ഞത് കണ്ടില്ല, ഈസി ആയിട്ട് അങ്ങോട്ട് വരും ചെയ്യും. നമ്മൾ പഠിച്ച പണ്ടത്തെ സാന്ദ്രതയുടെ തിയറിയാണ്, വെളിച്ചെണ്ണയുടെ അതൊക്കെ മേലെ വന്ന് നിൽക്കും, വെള്ളം താഴെ നിൽക്കും എന്നുള്ളത്. പക്ഷെ അന്ന് നമ്മൾക്ക് ഇതൊന്നും ഉപയോഗിക്കാൻ അറിയില്ല. ഇപ്പം അടുത്താണ് ആ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്കിത് വീണ്ടും ഓർമ്മ വന്നിട്ട്. അങ്ങനെ കംപ്ലീറ്റ് ഞാൻ ഒരു ചീനച്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു സിമ്മിലിട്ടിട്ട് നമ്മളിതിങ്ങനെ ചൂടാക്കിയെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് നന്നായിട്ട് ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കും. പിന്നെ ഇത് കുറച്ച് കഴിഞ്ഞാൽ അതേ ഇതുപോലെ നല്ല വെളിച്ചെണ്ണയായിട്ട് വരും. നമുക്ക് 5 തേങ്ങ എടുത്താൽ പോലും കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് കിട്ടത്തുള്ളൂ. ഞാൻ ഫ്രണ്ട് അതിലും കാണിച്ചു തന്നില്ലേ, അതുപോലെ ഇപ്പോൾ കണ്ടില്ല നന്നായിട്ട് ഹെയർ ഉണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ പറയണേ.